السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ശഅബാനിന്റെ ഈ പ്രഗൽഭമായ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ. ആഫിയത്തോടെ പരിശുദ്ധമായ റജബിന്റെയും ശഅബാനിന്റെയും ബറക്കത്ത് നിറച്ച് നമുക്ക് നൽകി ആഫിയത്തോടെ റമളാനിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പ്രത്യേകിച്ച് കമന്റിലൂടെ ദുആ ചെയ്യാൻ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഖൽബിൽ ദുആ ചെയ്യാൻ ഒരുപാട് പേരുടെ തേട്ടമുണ്ട്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരുടെ മുറാദും ഹസ്സലാക്കട്ടെ. വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി റാഹത്തും സന്തോഷവും ഫറഹും സുറൂറും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ പോരിശകളുടെ മുഹൂർത്തങ്ങളാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന്റെ മാസം കൂടെയാണല്ലോ. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ പ്രത്യേകം സ്വലാത്ത്, അതിന് പ്രത്യേകം ഗുണം ചെയ്യുന്ന സ്വലാത്തുകളുണ്ട്. സ്വലാത്ത് തന്നെ നമുക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാക്കുന്ന, മെമ്മറി പവർ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് എക്സാമുമായി ബന്ധപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് വലിയ സന്തോഷമാകും. ആ സ്വലാത്തൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മജ്‌ലിസിന്റെ സ്റ്റാർട്ടിങ് പരിശുദ്ധമായ സൂറത്ത് ദുഖാൻ, അതിന്റെ ആദ്യത്തെ 8 ആയത്തുകൾ പറഞ്ഞല്ലോ. 15 വട്ടം അത് ആത്മാർത്ഥമായി ഓതി തീർന്നിട്ട് എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും ഇജാബത്ത് ഉറപ്പാണ്. അത് നമ്മൾ പരിശുദ്ധമായ ബറാഅത്ത് രാവ് വരെ കൊണ്ടുപോകേണ്ട ഒരു അമലാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ബറക്കത്തിന് വേണ്ടി നമ്മൾ ഒരു വട്ടം ഓതാണ്. മജ്‌ലിസ് കഴിയുമ്പോൾ ബാക്കിയുള്ള എണ്ണം നമ്മൾ പൂർത്തീകരിച്ച് തെറ്റുകൂടാതെ ഓതണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം മഹത്വമാണ് ഇതിന് വച്ചിട്ടുള്ളത്, ആ മഹത്വം മുഴുവനും നമുക്ക് നൽകട്ടെ. ഇന്ന് നമ്മുടെ ദുആക്ക് അല്ലാഹു പ്രത്യേകം വിജാബത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സൂറത്ത് ദുഖാനിന്റെ പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين صدق الله مولانا العظيم. അൽഹംദുലില്ലാ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ശഅബാനിൽ ആത്മാർത്ഥമായ ഒരു വിശ്വാസിനി ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി നൽകുന്ന, ഒരുപാട് തിന്മകളെ മാറ്റി നൽകുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടം മഹബ്ബത്ത് കിട്ടുന്ന ഒരു പ്രഗൽഭമായ ദിക്റാണ്. മഹത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റാണ് ബറക്കത്തിന് വേണ്ടി ഇനി നമ്മൾ ഓതാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ لا إله إلا الله لا نعبد إلا إياه مخلصين له الدين അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ കൂലി മുഴുവനും നമുക്ക് നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്ത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ട് ആഫിയത്തോടെ റമളാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഏറ്റു ചൊല്ലണം.
പതിവായി ചൊല്ലണം. നമ്മൾ പഠിച്ചവരാണ്, ചൊല്ലുന്നവരാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ബർക്കത്തിന് വേണ്ടി ഒരു 3 വട്ടം ചൊല്ലാനുള്ളത്. എല്ലാവരും കൂടെ ചൊല്ലാം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ മജ്‌ലിസിൽ ചൊല്ലാത്ത ഒരു പ്രത്യേകമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇസ്മാണ്. എന്താ ഇസ്മിന്റെ പ്രത്യേകത? നമ്മൾ ഏതു മേഖലയിലാണോ ബന്ധപ്പെടുന്നത് ആ മേഖലയിൽ വിജയമുറപ്പാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയത്തിന്റെ ബാബുകൾ മഫ്തൂഹാക്കി തുറന്നു നൽകും. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇസ്മ. അതായത് യാ ഫത്താഹു യാ അല്ലാഹ്, അള്ളാഹുവിനെ വിളിക്കാണ്. അല്ലയോ വിജയം തരുന്നവനായ, എല്ലാ വിജയങ്ങളും തുറന്നു തരുന്ന റബ്ബേന്ന, ഫതഹാക്കി തരുന്ന റബ്ബേന്ന ആ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബിസിനസ്, സ്ഥാപനങ്ങൾ, പഠനം എല്ലാറ്റിലും ഉന്നത വിജയം ഉണ്ടാവും. അതുകൂടെ കിട്ടാൻ ഈ പരിശുദ്ധമായ ഇസ്മ ഒരു കാരണമാണ്. നമുക്ക് ഒരു ബർക്കത്തിന് വേണ്ടി ഒരു 21 വട്ടം ആത്മാർത്ഥമായി എല്ലാവരും വിജയം കിട്ടണമെന്ന, എല്ലാം ഈ ലോകത്തും പരലോകത്തും എല്ലാറ്റിലും വിജയം നിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. യാ ഫത്താഹു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, يا فتاح يا الله لا إله إلا الله، 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 يا فتاح يا الله لا إله إلا الله. അൽഹംദുലില്ലാഹ്, ഇനി നമുക്ക് ചൊല്ലാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിൽ ഒട്ടനവധി മക്കളുണ്ട്, നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ കുടുംബത്തിൽ മക്കളുണ്ട്. ആ മക്കളൊക്കെ പരീക്ഷയും എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മദ്രസയിൽ, സ്കൂളിലൊക്കെ പരീക്ഷയുടെ ഒരു ടൈമിംഗ് ആണ്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാകാനും ഗ്രാഹ്യശക്തി ഉണ്ടാകാനും പഠിച്ചത് മറക്കാതെ അവർക്ക് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ട് വലിയ സഹായകമാകുന്ന, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് ഈ പ്രായം കൂടുന്തോറും മറവി വലിയ പ്രയാസമുള്ളവരുണ്ടാവും, പ്രത്യേകിച്ച് മറവി ഒരു രോഗമായിട്ടുള്ളവരുണ്ടാകും. അതൊക്കെ മാറാനും ഓർമ്മശക്തി ഉണ്ടാകാനും ഏറ്റവും ഫിറ്റായ സ്വലാത്ത് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പതിവായി ചൊല്ലിയിരുന്ന സ്വലാത്താണ് നമ്മൾ പ്രത്യേകം ഇതിനു വേണ്ടി ചൊല്ലുന്നത്. ആ സ്വലാത്തിന് എമ്പാടും പോരിശയുണ്ട്. ആ സ്വലാത്തിൽ സ്വലാത്തും സലാമും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വലാത്ത് സലാം നേരിട്ട് പറയുന്നതാണ്. ആലോചിച്ചോക്കെ, നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, ഭാര്യ ഭർത്താവിനോട്, മക്കൾ മാതാപിതാക്കളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് മടക്കി. എന്താ ഇവിടെ നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദുആയാണ്. ഉമ്മാനോട് സലാം പറഞ്ഞു, ഉമ്മാക്ക് അള്ളാഹിന്റെ ഗുണം ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാകട്ടെ. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് മോന് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സലാമത്ത് ഉണ്ടാകട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ പുണ്യ നബിയോട് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ തിരിച്ചിങ്ങോട്ട് ദുആ ഇറക്കാം. സലാം അടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ദുആ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ.
ഒരു തർക്കമില്ല. അപ്പം മുഴുവൻ സലാമത്ത് കിട്ടാൻ കാരണമായ ദുആ ഉൾപ്പെടെ കിട്ടുന്ന ഒരു പരിശുദ്ധമായ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഇത് ആത്മാർത്ഥമായി എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ 2 കലിമത്തുകളാണ്. ആ 2 കലിമത്തും സമാനതകളില്ലാത്ത കലിമത്താണ്. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരിശുദ്ധമായ ഖുർആനിന്റെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിന്റെ ഉമ്മ, ഖുർആനിന്റെ മാതാവ്. ആ പരിശുദ്ധമായ സൂറത്തിന്റെ ഏറ്റവും പ്രഗൽഭമായ തലക്കെട്ട്, എല്ലാ സൂറത്തുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതൊരു നന്മയുടെയും ഖൈറിന്റെയും കവാടം പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ദിവസത്തിൽ നമുക്ക് എല്ലാ ബറക്കത്തും കൊണ്ടുതരാൻ പറ്റുന്ന പരിശുദ്ധ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ പൈശാചികമായ ശല്യം നമുക്ക് പിഴുതു കളയാൻ പറ്റുന്ന ഏറ്റവും പ്രഗൽഭമായ വാക്കാണ്. അത് പതിവാക്കുന്നവർക്ക് ശൈത്താൻ അടുത്തുപോലും വരില്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അത്രയേറെ പ്രഗൽഭമാണ് പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. പരീക്ഷയിൽ ഒരാൾക്ക് ഉന്നത വിജയം വേണം, 786 വട്ടം ബിസ്മി ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഉന്നത വിജയം കിട്ടുമെന്ന് ഉസ്താദുമാർ പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അത്രയേറെ പവറാണ്. ഇവിടെ പരിശുദ്ധമായ ബിസ്മിയോട് കൂടെ നമ്മൾ ഓതാൻ പോകുന്നത് പരിശുദ്ധമായ ഹൗഖലത്താണ്. ഹൗഖലത്ത് എന്ന് പറഞ്ഞാൽ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടർത്തിക്കൊണ്ടുവന്ന ഒരു കഷണമുണ്ട്. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, പടച്ചോനെ എനിക്കൊരു കഴിവുമില്ല അല്ലാ, നീ എന്നെ സഹായിക്കണമെന്ന് പറയുന്ന താഴ്മയുടെ ഏറ്റവും വലിയ ലോ വാക്കാണ്, ഏറ്റവും താഴെ നിന്നുകൊണ്ടുള്ള വാക്കാണ്. ഇത് പടച്ചോന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ ടെൻഷൻ മാറാൻ, വിഷമങ്ങൾ മാറാൻ ഇതിനേക്കാൾ വലിയ മരുന്നില്ല എന്നാണ്. 99 രോഗം മാറാൻ ഈ ഒറ്റ വാക്ക് മതിയാകും എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് ബിസ്മിയും ഹൗഖലത്തും രണ്ടും ചേർത്തി പറയാം. എല്ലാവരും ആത്മാർത്ഥമായി എൻ്റെ കൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അൽഹംദുലില്ലാ. അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇതിൽ ഒരു വാക്ക് അല്ലാഹു കബൂൽ ചെയ്താൽ തന്നെ നമുക്ക് പാസ് മാർക്കാണ്. ഈ ലോകത്തെ രക്ഷയാണ്. അത്ര വലിയ പവർഫുള്ളാണ് നമ്മൾ ചൊല്ലിയതൊക്കെ. അല്ലാഹു അതിൻ്റെ ബറക്കത്ത് മുഴുവൻ കാമിലാക്കി നമുക്കൊക്കെ തരട്ടെ. ഇത് ചൊല്ലിയ നമ്മുടെ നാവുകൾക്ക് അവസാനം ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്ർ സ്വലാത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫഅലം അന്നഹു അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاء
جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഖസീദത്ത് കഫാക്ക, നമുക്കറിയാവുന്ന പോലെ ഒരുപാട് പോരിശയുള്ള പരിശുദ്ധമായ ഒരു ബൈത്താണ് നമുക്ക് ചൊല്ലാനുള്ളത്. അത് ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ അതിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലുണ്ടാവും. നമുക്ക് ആ ബൈത്തിലേക്ക് കിടക്കാം. كفاك ربك كم
يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا തഖബ്ബലല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ഓതാനുള്ള സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഒരു 12 തവണ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പരിശുദ്ധമായ സ്വലാത്തുകളാണ് ചൊല്ലാനുള്ളത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വലാത്തിന് ഏറ്റവും ബന്ധപ്പെട്ട അറബി മാസങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ട മാസമാണ് ശഅബാൻ. ഷഹ്റു സ്വലാ എന്നാണ് ഉലമാ പറഞ്ഞത്, സ്വലാത്തിന്റെ മാസം എന്ന്. അപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ മദീന മലർവാടിയിലേക്ക് നമുക്ക് കൊടുത്തയക്കണം. അതിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ഈ മാസത്തിലാണ് സ്വലാത്തിന്റെ ആയത്തിറങ്ങിയത്. ഈ മാസത്തിലാണ് ആദ്യമായി മുസ്ലിം ഉമ്മത്ത് സ്വലാത്തിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന് ഒരുപാട് പോലീസ് നമുക്ക് പറയാനുണ്ട്. ഓരോ ക്ലാസ്സുകളിലും സ്വലാത്തിന് വല്ലാത്ത കൂലിയാണ്. പ്രത്യേകം നമ്മുടെ സ്വലാത്ത്, ശഅബാനിലെ സ്വലാത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക മലക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് വല്ലാത്ത ഫറഹും സുറൂറും നിബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും എന്നൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്ന മലക്കിനെ ഖിയാമത്ത് നാൾ വരെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിക്കും എന്നെല്ലാം കിതാബുകളിൽ കാണാം. വല്ലാത്ത പോരിശയാണ് ശഅബാനിന്റെ സ്വലാത്തിന്. അപ്പോൾ പോരിശേറിയ സ്വലാത്ത് അതാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي
تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على النور واهله. 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 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും ഓതിയതൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ ശഅബാനിന്റെ രാവിന്റെ എല്ലാ പോരിശയും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. ആ ഫാത്തിഹ നമ്മുടെ മരിച്ചുപോയ ബാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയും നമ്മുടെ കാരണവന്മാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികള്, നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളും മരിച്ചുപോയ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ശഅബാനിൽ മരണപ്പെട്ടു പോയ മുഴുവൻ സ്വാലിഹീങ്ങളും ഖൈർ സ്വലാഹിന്റെ ആളുകൾ, അവരൊക്കെ നമ്മളെ ഖൽബിൽ നിയ്യത്ത് ചെയ്യാം. എന്നിട്ട് എല്ലാവരെയും കരുതിക്കൊണ്ടൊരു ഫാത്തിഹ. എല്ലാവരും എൻ്റെ കൂടെ ഓതാ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين ملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് നിങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ ഓതിയ എല്ലാറ്റിൻ്റെയും മിഥല സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വല്ലുപ്പമാര് വല്ലുമ്മമാര് കാന്നവന്മാർ ഉസ്താദുമാര് അല്ലാഹുവേ ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ മഹല്ലത്തുകാർ പരിചയമുള്ളവരില്ലാത്തവര് മരിച്ചുപോയ സകലമാന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ സാധുക്കളാണ് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് മാപ്പ് നൽകണേ റബ്ബേ പടച്ചവനെ സാധുക്കളാണ് ഞങ്ങൾ ചെയ്തു പോയ സകലമാന പാപങ്ങളും പൊറുക്കണേ അല്ലാഹ് ഒരു പാപത്തിന്റെ വിചാരണ പോലും ഖബറിലേക്ക് ബാക്കി വെക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫൂ നൽകി മാപ്പ് നൽകി എന്ന് കരുതി നിന്നോട് ആരും ചോദിക്കൂലല്ലോ അല്ലാഹ് നിന്റെ ഒരു നന്മയും കുറയൂല്ലല്ലോ റബ്ബേ പടച്ചവരെ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടവുമില്ല അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും നൽകണേ അല്ലാഹ് അല്ലാഹുവേ മാരകമായ രോഗങ്ങളും അപകടങ്ങളും അപകടമരണങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ് പടച്ചവനെ എത്രയെത്ര കൊച്ചുമക്കളാണ് മാരകമായ രോഗങ്ങൾ വന്നിട്ട് അല്ലാഹുവേ കിടന്ന് വിഷമിക്കുന്നത് കരയുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ വേദന കൊണ്ട് പൊളയുന്നവർ എത്ര പേരാണ് അല്ലാഹുവേ ആവർത്തി ആവർത്തി ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ എത്രയാണ് അല്ലാഹുവേ എണീറ്റൊന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി നടന്നു പോകാൻ പറ്റാത്തവരെത്രയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വലിയ നിഅമത്ത് തന്നല്ലോ അല്ലാഹ് പ്രയാസങ്ങളുള്ള എല്ലാവരുടെ പ്രയാസവും മാറ്റണേ റബ്ബേ
ഞങ്ങളുടെ മജ്ലിസിൽ ഞങ്ങളുടെ പരിചയത്തിൽ റബ്ബേ പരിചയമില്ലാത്തവരിലേക്ക് ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. കാരണവന്മാര്, പ്രായമുള്ള ഉമ്മമാര്, ഉപ്പമാര് പലരുമുണ്ട് അല്ലാ. പല നിലക്കുമുള്ള വിഷമങ്ങളുള്ളവരും വേദനകളുള്ളവരുമാണ്. അല്ലാഹുവേ നീ ശിഫാ ചെയ്തു കൊടുക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ മജ്ലിസിലെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ എത്ര മക്കളുടെ കുഞ്ഞു കുഞ്ഞു വോയിസുകളാണ് ഞങ്ങൾ കേട്ടത്. അല്ലാഹുവേ ഉസ്താദേ ദുആ ചെയ്യണേ. ഞങ്ങൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെടുകയാണ്. സ്കൂളിൽ SSLCയുടെ +2ന്റെ എക്സാമുമായി ഞങ്ങൾ ബന്ധപ്പെടുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്കതിൽ വിജയം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ദുആ ചെയ്യിപ്പിക്കാനും അല്ലാഹുവേ സ്വലാത്ത് ദിക്ർ ചൊല്ലി ഉമ്മമാൻ ഉപ്പമാനെ കൊണ്ട് ആമീൻ പറയിപ്പിക്കാനും വന്നിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാ മക്കൾക്കും നീ വിജയം കൊടുക്കണേ അല്ലാ. ഉന്നത വിജയം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നിങ്ങളുടെ പെൺമക്കളിൽ ആൺമക്കളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ കാരണം സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കാരണവന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ മുഹബ്ബീങ്ങൾക്ക് റബ്ബേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഒരുപാട് മുറാദുകൾ ഖൽബിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകം പറഞ്ഞവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. നിങ്ങളുടെ ക്ലാസിന്റെയും അൻവാറെ ഫജറിന്റെയും ദിക്ർ സ്വലാത്തിന്റെയും മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരും മഹബത്ത് വെക്കുന്നവരും കമന്റ് എഴുതുന്നവരും ദ്വാരക്കുന്നവരും എത്ര പേരാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായത്തിലാക്കണേ, ഇസ്സത്തിലാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.